ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വചനദീപ്തിയിലേക്ക് എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ ടെലിവിഷൻ്റെ മുമ്പിലായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇന്നേ ദിവസം നാം കേൾക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി മാറണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. സങ്കീർത്തനം 128 അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ കൈവരും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുന്നവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന വാഗ്ദത്തങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ആരാണ് ഭാഗ്യവാൻ? വേദപുസ്തകം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ദൈവഭയമുള്ളവര് അവരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് നിറയുന്നത്. ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം മനുഷ്യന് ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നൽകുന്ന അഭിഷേകമുള്ള വ്യക്തികൾക്കാണ് ദൈവഭയം ഉണ്ടാവുന്നത്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. നമ്മുടേതായ വഴികളുണ്ട്. മറ്റുള്ളവർ നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വഴികളുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ വഴികളുണ്ട്. ഏത് വഴികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്? ഇവിടെ വചനം പറയുന്നത് ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ഒരുവൻ ഭാഗ്യവാനായി തീരുന്നത് എപ്പോഴാ? അവൻ്റെ ഉള്ളിൽ ദൈവഭയമുള്ളപ്പോൾ, അവൻ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ. എന്താണ് ദൈവത്തിൻ്റെ വഴികളുടെ പ്രത്യേകത? 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നില്ലേ, കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ അവിടെ നിന്നെ വഴി നടത്തുന്നു. അതെ, ദൈവം ഒരുക്കുന്ന വഴി പച്ചപ്പുൽപ്പുറങ്ങളാണ്. ഭൂമിയിൽ പച്ച പോലെ സാന്ത്വനപ്പെടുത്തുന്ന, പച്ച പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വർണ്ണമുണ്ടോ? ഈ പ്രകൃതി മുഴുവൻ പച്ചയാല് ദൈവം അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ആടിനെ സംബന്ധിച്ച് ആടിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പച്ചപ്പുല്ല്. ദൈവം ഇടയനായി തീരുമ്പോൾ ദൈവം പച്ചപ്പുൽപ്പുറങ്ങളിലൂടെ വഴി നടത്തുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നടന്നു പോകുന്ന വഴികൾ പച്ചപ്പുൽപ്പുറങ്ങളാണോ അതോ മരുഭൂമിയിലൂടെയാണോ നമ്മൾ നടക്കുന്നത്? ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിലൂടെ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ, ദൈവം ഒരുക്കുന്ന വഴിയാണ് പച്ചപ്പുൽപ്പുറങ്ങൾ. അതേ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പച്ചപ്പുൽപ്പുറങ്ങളിലൂടെ നടക്കുക എന്നുള്ളതാണ്. പ്രശാന്തമായ ജലാശയത്തിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ജീവിതം മരുഭൂമിയായിട്ട് അനുഭവപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ: നമ്മൾ പോകുന്നത് മറ്റുള്ളവർ വരച്ച വഴിയിലൂടെയാണോ അതോ നമ്മുടെ സ്വന്തം വഴികളിലൂടെയാണോ? അതെ, എപ്പോഴാ ഒരുവൻ ഭാഗ്യവാനായി തീരുന്നത്? നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ, ദൈവം വരച്ച വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരായി മാറുന്നത്. നിന്റെ അധ്വാന ഫലം
നീ അനുഭവിക്കും. ചില ആളുകളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവർ അധ്വാനിക്കും, വീട്ടിലുള്ള എല്ലാവരും അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അവരധ്വാനിക്കുന്നത് അനുഭവിക്കുവാനുള്ള ഭാഗ്യം അവർക്കില്ല. അവരധ്വാനിക്കുന്ന പണം മറ്റ് പലരിലേക്കും പോകുന്ന ഒരു സാഹചര്യം, സാമ്പത്തിക സുരക്ഷിതത്വമില്ലായ്മ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരുവന് ദൈവഭയം ഇല്ലാതിരിക്കുമ്പോൾ, സ്വന്തം വഴികളിലൂടെ നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവൻ്റെ സമ്പത്ത് അനുഭവിക്കുവാനായിട്ട് അവന് സാധിക്കുകയില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ അധ്വാനിക്കുന്നത് നിനക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നത് നീ ദൈവത്തെ ഭയപ്പെടുമ്പോഴാണ്, ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. വീണ്ടും വചനം പറയുന്നത് എന്താണ്? നീ സന്തുഷ്ടനായിരിക്കും. നീ സന്തുഷ്ടനായിരിക്കും. എന്താണ് സന്തുഷ്ടമായ അവസ്ഥ എന്ന് പറയുന്നത്? നിനക്ക് തൃപ്തിയുണ്ടാകും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. അതേ, ജീവിതത്തിൽ നന്മ സംഭവിക്കണമെങ്കിൽ, ജീവിതത്തിൽ സന്തുഷ്ടനായി തീരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം വരച്ച വഴികളിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കുവാൻ. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ? നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. എന്താണ് ഫലസമൃദ്ധമായ മുന്തിരി? പ്രിയപ്പെട്ടവരെ, മുന്തിരി നട്ടിട്ട് കാട്ടുമുന്തിരിയായതിനെ പ്രതി വിലപിക്കുന്ന ഭാഗം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഫലസമൃദ്ധമായ മുന്തിരി, ആ മുന്തിരി വള്ളിയിൽ നിറയെ സമൃദ്ധമായ മുന്തിരിക്കുലകൾ കായ്ച്ചു നിൽക്കുന്ന അവസ്ഥ. ഇതൊരു സമൃദ്ധിയുടെ അനുഭവമാണ്, ഇതൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. അപ്പൊ നീ ദൈവഭയമുള്ളവനാണെങ്കിൽ, ദൈവം വരച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്നവനാണെങ്കിൽ നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പ്രിയപ്പെട്ടവരെ, അനേക കുടുംബങ്ങളിൽ മക്കൾ മാതാപിതാക്കന്മാരിൽ നിന്ന് അകന്നു പോകുന്നു. മാതാപിതാക്കന്മാരുടെ മേശയിൽ നിന്ന് മറ്റു പല മേശകളിലേക്കും പോകുന്ന സാഹചര്യം. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും നിൽക്കണമെങ്കിൽ നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി എന്നാ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നീ ഒന്ന് ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, ദൈവഭയമുള്ള ഒരു തലമുറയെയാണ് സ്വർഗം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ദൈവഭയമുള്ളവരാണ് ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവഭയമുള്ളവരാണ് ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്, ദൈവഭയമുള്ളവരാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യര്, ദൈവഭയമുള്ളവരാണ് ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവര്, ദൈവഭയമുള്ളവരാണ് കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവര്, ദൈവഭയമുള്ളവരാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നവര്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവഭയമുള്ള ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വചനത്തിലൂടെ കർത്താവ് പറയുന്നത് എന്താ? കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവഭയമുള്ളവരായി മാറുക, ദൈവത്തെ ഭയപ്പെടുന്നവരായി മാറുക. സങ്കീർത്തനം 25:12-13 വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. ആരുടെ മക്കളാണ് ദേശം അവകാശമാക്കുന്നത്? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവിനെ ഭയപ്പെടുന്നവനാരോ, ദൈവത്തിനെ ഭയപ്പെടുന്നവനാരോ. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൻ്റെ താളുകളിൽ
ദൈവഭയമുള്ള അനേക വിശുദ്ധ മനുഷ്യരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അവരുടെ ജീവിതത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി മാറിയത് അവരുടെ ഉള്ളിൽ ദൈവത്തോടൊരു ഭയമുണ്ടായിരുന്നു. അതേ, കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. ഇന്ന് ചില ആളുകളുടെ അവസ്ഥ എന്താ? അവർക്ക് വഴിയറിയില്ല. വലത്തോട്ട് തിരിയണോ, ഇടത്തോട്ട് തിരിയണോ, മുമ്പോട്ട് പോകണോ, ഒരു വ്യക്തതയില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. അവർ ചിലപ്പോൾ ചിലരോട് ചോദിക്കും വഴി എങ്ങനെയാണെന്ന്. അപ്പം ഇവരോട് വഴി പറഞ്ഞു കൊടുക്കും. പക്ഷെ പറഞ്ഞു കൊടുത്ത വഴിയോ തെറ്റായ വഴിയാണ്. തെറ്റായ വഴിയുടെ പ്രത്യേകത എന്താ? തെറ്റായ ലക്ഷ്യത്തിലേക്ക് അത് നയിക്കും. ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകും. പ്രിയപ്പെട്ടവരെ, നീ തെരഞ്ഞെടുക്കേണ്ട വഴി കാണിച്ചു തരേണ്ടത് നാട്ടുകാരല്ല. നീ തെരഞ്ഞെടുക്കേണ്ട വഴി കാണിച്ചു തരേണ്ടത് വീട്ടുകാരല്ല. നീ തെരഞ്ഞെടുക്കേണ്ട വഴി കാണിച്ചു തരേണ്ടത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം ആർക്കാണ് തെരഞ്ഞെടുക്കേണ്ട വഴി കാണിച്ചു കൊടുക്കുന്നത്? ദൈവത്തെ ഭയപ്പെടുന്നവന്. അതെ, കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തെരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. ജീവിതത്തിൽ എല്ലാവർക്കും ഐശ്വര്യം ആഗ്രഹമുണ്ട്, അഭിവൃദ്ധി ആവശ്യമുണ്ട്, വിജയം ആഗ്രഹമുണ്ട്, ഇതെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവഭയമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്? എന്തുകൊണ്ടാണ് പള്ളിയിൽ പോലും പോകാത്തത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവത്തിനെതിരെ കുറ്റം പറയുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസന്മാർക്കെതിരെ കുറ്റം പറയുന്നത്? അഭിഷിക്തർക്കെതിരെ സംസാരിക്കുന്നത്? ദൈവഭയമില്ല, ദൈവഭയമില്ല. ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ദൈവഭയമുള്ളവരെയാണ് അവർ നടക്കേണ്ട വഴി ദൈവം കാണിച്ചു കൊടുക്കുന്നത്. അവരാണ് ഐശ്വര്യത്തിൽ കഴിയുന്നത്. തീരുന്നില്ല, വചനം എന്താ പറയുന്നത്? അവരുടെ മക്കൾ ദേശം അവകാശമാക്കും. അവരുടെ മക്കൾ ദേശം അവകാശമാക്കും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നീ ദൈവത്തെ ഭയപ്പെടുക, ദൈവഭയമുള്ളവനായി മാറുക, ദൈവഭയമുള്ളവനായി മാറുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവവൈതലേ, നിനക്ക് ദൈവഭയമുണ്ടെങ്കിൽ നിനക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും. നിനക്ക് ദൈവഭയമുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കും. നിനക്ക് ദൈവഭയമുണ്ടെങ്കിൽ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യുവാൻ നിനക്ക് സാധിക്കുകയില്ല. ദൈവഭയം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് ഈ ലോകത്തുള്ളത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം, നമുക്ക് മടങ്ങി വരാം. ദൈവത്തെ ഭയപ്പെടുന്നവനാരോ അവനാണ് ദൈവം വഴി കാണിച്ചു കൊടുക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വ്യക്തത കിട്ടാതെ, ഒരു വ്യക്തമായ മറുപടി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരാണോ? ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, സങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണോ? പല വഴികളിലൂടെയും പോയിട്ട് ഒരിടത്തും എത്താതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഡിപ്രഷൻ അടിച്ച് അസ്വസ്ഥത അനുഭവിക്കുന്നവരാണോ? കർത്താവിൻ്റെ വചനം പറയുകയാണ്, നീ തെരഞ്ഞെടുക്കേണ്ട വഴി അവിടെ നിന്ന് കാണിച്ചു തരും. എപ്പോഴാണ് കാണിച്ചു തരുന്നത്? ദൈവഭയമുള്ളവനായി മാറുക. പ്രിയപ്പെട്ടവരെ, ദൈവഭയമുള്ളവരുടെ പ്രത്യേകത എന്താ? അവർ ദൈവത്തെ അന്വേഷിക്കും, അവർ ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കും, അവർ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കും. അവർക്കൊരിക്കൽ പോലും ദൈവത്തെ വിട്ടകന്നുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിച്ചു വരാം. ദൈവഭയമുള്ളവരായി മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ദൈവഭയമുള്ളവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അവർ തിരഞ്ഞെടുക്കേണ്ട വഴി ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കും. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അവരുടെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുവാൻ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ മണിക്കൂറിൽ നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്.
നമ്മൾ ദൈവ ഭയമുള്ളവരായി മാറുക. ദൈവ ഭയമുള്ളവരായി മാറുക. ദൈവ ഭയമുള്ളവരെ ദൈവം അനുഗ്രഹിച്ച ചരിത്രമാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവ ഭയമുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നീതി പ്രവർത്തിക്കുന്നവരാണ്. ജോബ് നീതിമാനായിരുന്നു, നോഹ നീതിമാനായിരുന്നു, യോസേഫ് പിതാവ് നീതിമാനായിരുന്നു. അങ്ങനെ നീതി പ്രവർത്തിക്കുന്നവര്, നീതിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവര്, അവരെല്ലാം ദൈവത്തെ ഭയപ്പെടുന്നവരാണ്. അവരൊക്കെ ദൈവത്തെ സ്വന്തമാക്കുന്നവരാണ്. ഈ തലമുറയിൽ കർത്താവ് അന്വേഷിക്കുന്നുണ്ട്. കർത്താവിനെ ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവത്തെ ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ദൈവത്തെ ഭയപ്പെടുന്നവനാണ് എഴുന്നേറ്റാൽ ഉടനെ മുട്ടുമേൽ വീഴുന്നത്, എഴുന്നേറ്റാൽ ഉടനെ പ്രാർത്ഥിക്കാൻ പോകുന്നത്, എഴുന്നേറ്റ ഉടനെ വാട്സപ്പും തുറന്ന് മീഡിയയും തുറന്ന് മറ്റു പല കാര്യങ്ങളിലേക്ക് വ്യാപൃതരാകുന്നവര് ദൈവഭയം നഷ്ടപ്പെട്ടവരാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ ഉടനെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവര്, ദൈവത്തെ ആരാധിക്കുന്നവര്, ദൈവത്തെ അന്വേഷിക്കുന്നവര് ദൈവഭയമുള്ളവരാണ്. സങ്കീർത്തനം 92:12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ: നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലബനോനിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? നീതിമാന്മാരെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ കേട്ടല്ലോ, നീതി പ്രവർത്തിക്കുന്നവര്, ദൈവഭയമുള്ളവരുടെ പ്രത്യേകത അവർ നീതി പ്രവർത്തിക്കുന്നവരാ. അങ്ങനെ നീതി പ്രവർത്തിക്കുന്നവരെ കുറിച്ച് വചനം പറയുന്നത് എന്താ? അവർ പന പോലെ തഴയ്ക്കുമെന്ന്. നീതി പ്രവർത്തിക്കുന്നവര് പന പോലെ തഴയ്ക്കും, ലബനോനിലെ ദേവദാരു പോലെ വളരും. കാരണം എന്താ? അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിലാണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നീതി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർ തഴച്ചു വളരുന്നത്. അതുകൊണ്ടാണ് അവർ ഫലം പുറപ്പെടുവിക്കുന്നത്. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു. എന്നിട്ട് വചനം പറയുക, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. നമുക്കറിയാം, മനുഷ്യന്റെ വളർച്ചയിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. എന്താണ് ഈ വാർദ്ധക്യത്തിൻ്റെ പ്രത്യേകത? വാർദ്ധക്യത്തിൽ ചിലരൊക്കെ പറയാറുണ്ട്, കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാ? ഒന്നും ചെയ്യാനില്ല, ഒന്നും പ്രവർത്തിക്കാനില്ല, ശക്തിയൊക്കെ കൊഴിഞ്ഞു, ആരോഗ്യമൊക്കെ തീർന്നു, ഒരു വല്ലാത്ത അവസ്ഥ. എന്നാൽ വചനം പറയുന്നത് എന്താ? നീതി പ്രവർത്തിക്കുന്നവനാണോ അവൻ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കുമെന്ന്. അവൻ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കും. വയസ്സാം കാലത്തും നല്ല ഫലങ്ങൾ അവനിൽ നിന്ന് പുറപ്പെടും. ആരിൽ നിന്ന്? നീതി പ്രവർത്തിക്കുന്നവരിൽ നിന്ന്. എന്നിട്ട് വചനം പറയുന്നത് എന്താ? അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. ചുരുക്കം ചിലരെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പ്രായമായി, 90 വയസ്സായി, 85 വയസ്സായി, പക്ഷെ അവരെ കാണുമ്പോൾ യൗവനത്തിൻ്റെ ഒരു ശോഭ, അവരുടെ തീവ്രമായ തീക്ഷ്ണത നിറഞ്ഞ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് പോലും അത്ഭുതം തോന്നും. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്? അതിൻ്റെ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, അവർ നീതി പ്രവർത്തിക്കുന്നവരാ, അവർ നീതിമാന്മാരാ. അവരെന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ തലമുറയിൽ ദൈവഭയമുള്ളവരായി നമുക്ക് മാറാം, നീതി പ്രവർത്തിക്കുന്നവരായി നമുക്ക് മാറാം. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? നമ്മൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. സങ്കീർത്തനക്കാരൻ ദാവീദ് തൻ്റെ ജീവിതത്തിൽ
ശൈശവം മുതൽ വാർദ്ധക്യം വരെ ജീവിച്ച കാലഘട്ടത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് താൻ കണ്ടെത്തിയ ഒരു രഹസ്യം പങ്കുവെക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ 37 സങ്കീർത്തനത്തിൽ 25 വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ദാവീദ് ജീവിച്ച കാലഘട്ടം, ശൈശവം മുതൽ വാർദ്ധക്യം വരെയുള്ള ജീവിത കാലഘട്ടത്തിൽ താൻ കണ്ടുമുട്ടിയ ഒരു ദൈവീക രഹസ്യം ലോകത്തോട് ദാവീദ് വിളിച്ചു പറയുന്നുണ്ട്. അതെന്താണെന്നറിയാവോ? ദാവീദ് പറഞ്ഞത് ഇപ്രകാരമാ: ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ പട്ടിണി കിടക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. നീതിമാന്മാർ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ പട്ടിണി കിടക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. ദാവീദ് ജീവിതത്തിൽ കാണാത്ത ഒരു കാഴ്ചയെക്കുറിച്ച് ഇത് പറയുന്നത് ശൈശവം മുതൽ വാർദ്ധക്യം വരെ സഞ്ചരിച്ച ഒരു മനുഷ്യന്റെ നീണ്ട ജീവിതത്തിന്റെ അനുഭവ സമ്പത്തിലൂടെ ആ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്താ? നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ പട്ടിണി കിടക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. ഒരു നീതിമാന്റെ വലിപ്പം, ഒരു നീതിമാന്റെ വില, നീതി പ്രവർത്തിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ തലമുറയിൽ, എൻ്റെ കുടുംബത്തിൽ, ഈ ദേശത്ത് ദൈവമേ എന്നെ ഒരു നീതിമാനാക്കി മാറ്റണമേ, നീതി പ്രവർത്തിക്കുന്നവനാക്കി മാറ്റണമേ, ദൈവ ഭയമുള്ളവനാക്കി മാറ്റണമേ. ഈ പ്രാർത്ഥന നിന്റെ ജീവിതത്തിലുണ്ടോ? പ്രിയപ്പെട്ട സഹോദര, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അതെ, നീതിമാന്മാർ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ പട്ടിണി കിടക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. ജീവിതത്തിൽ ഏറെ നേടി എന്ന് ചിന്തിക്കുന്നവനാണോ നീ? ചിലരൊക്കെ സ്വന്തമാക്കി എന്ന് ചിന്തിക്കുന്നവനാണോ നീ? നിനക്ക് ദൈവഭയമുണ്ടോ? നീ നീതി പ്രവർത്തിക്കുന്നവനാണോ? അതെ, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ദേശത്ത് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ മക്കൾ പട്ടിണി കിടക്കേണ്ടി വരികയില്ല. കാരണം ദൈവമെന്നും നീതി പ്രവർത്തിക്കുന്നവനോട് കൂടെയാ. കാരണം അവൻ ദൈവത്തിൻ്റെ അങ്കണത്തിലാണ് നടപ്പെട്ടിരിക്കുന്നത്. ലബനോനിലെ ദേവദാരു പോലെ അവൻ വളരും, എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ